ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വാഗമണിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ, ഒരുപാട് തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി നോക്കുമ്പോഴുള്ള വ്യൂ. അവിടെ ലേക്ക്, അവിടെയാണ് ബോട്ടിങ്ങൊക്കെ നടക്കുന്നത്. പിന്നെ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി വരുന്നുണ്ട്. അവിടെ കുറച്ച് റിസോർട്ട്സാണ്, പിന്നെ ഇവിടെയും റിസോർട്ട്സാണ്. പിന്നെ ഇവിടെ കുറച്ച് കാട് പിടിച്ച കിടപ്പുണ്ട്. റൂം ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണ് കേട്ടോ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ആണല്ലേ, ഇവിടെ വ്യൂ കിട്ടും, പക്ഷെ ഇപ്പോൾ മഞ്ഞ് മൂടി ഇരിക്കുന്നതുകൊണ്ടിട്ടാണ് കിട്ടാത്തത്. നല്ല റൂമാണ്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം. അവിടെ അല്ലേ, ഇതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ലച്ചപ്പോൾ ഇന്നത്തെ പ്ലാൻ ഉണ്ടെന്നാ എങ്ങനെ പോകുന്നു അതേപോലെ. അതെ, അപ്പോൾ എങ്ങനെ പോകുന്നു അതേപോലെ പോകുക. കാര്യം ഇന്നലെ കുറേ പ്ലാനിങ് ആയിട്ട് വന്നതാണ്, പക്ഷേ ഇവിടെ ഈ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ പോലെ പോകാൻ പറ്റിയില്ല. മീൻസ് കൂടുതൽ നിർത്തി വരും, അത് ബുദ്ധിമുട്ടല്ല, അത് സേഫാണ്. എന്നുവെച്ചാൽ മഴയും കൂടി പെയ്ത് ഇരിക്കും അതെ ഇന്നലെ ആ മഴയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ പൂച്ചർ കയറിയാനെ. നോർമൽ സ്റ്റേജ് ആയിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോൾ അത്ര റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്താൽ ചിലപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ പറയും ഇനി മക്കൾ ഇനി ഒരിടത്തും പോകണട്ടാന്ന് പറയും. അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചാൽ അതെ അത് കൊച്ചിനെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനില്ല. ഇലവിഴ പൂഞ്ചിറ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടുത്തെ വാഗമണിലെ കുറച്ച് സ്ഥലങ്ങൾ കാണണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് കാണുന്നത് മേളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണണം, അതിന് ശേഷം ഇത് കാണണം. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അവിടെ സെറ്റപ്പ് ഉണ്ടല്ലോ, നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ചായയും കാപ്പിയൊക്കെ ഇടാനുള്ള സെറ്റപ്പ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിട്ട് അവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. വെള്ളം ഇതിൽ കിട്ടും. പിന്നെ വെച്ചാൽ ഫുഡ് നമ്മ ഒന്നല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ചേട്ടന് പറഞ്ഞാൽ പുള്ളി കൊണ്ടുതരും. എന്നിട്ട് നമുക്ക് ഈ സ്പേസിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ തന്നെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി. സമയം 8 മണി കറക്റ്റ് 8 മണി. അപ്പോൾ ഞങ്ങൾ പോണേ റൂം വെക്കേറ്റ് പുറത്തേക്ക് ഇറങ്ങണേ. സ്റ്റേ വാഗമൺ മെഡോസിലായിരിക്കും പോകാനും ചാൻസ് അല്ലേ. അവിടെ ആയിരിക്കാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പുറത്തിറങ്ങി ആരോഗ്യം ചോദിച്ച് നല്ല സ്പോട്ട് നോക്കിയിട്ടും അതെ ഫുഡ് കഴിച്ചിട്ട് പോകണം. ഇവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ, ആ ലേക്കിൽ ബോട്ടിങ് ഉണ്ട്. പക്ഷേ 9 മണിയാവും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. അപ്പം നമുക്ക് അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ബാക്കിയുള്ള പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റും. പ്ലാനിങ് ഒന്നുമില്ല, പക്ഷേ മുന്നോട്ട് സമയം കുറച്ച് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇറങ്ങാമല്ല. ഇപ്പോൾ അതുകൊണ്ടെങ്കിൽ ഇറങ്ങണതാണ്. ബാക്കി നിൽക്കുന്നതിലും കാണാം. 101 റോയൽ സ്യൂട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. കോട്ടയ്ക്ക് മഴ കൊള്ളാൻ നേരത്തെ വീട്ടിൽ നിന്ന് കോട്ടയ്ക്കായിട്ട് വന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വാഗമൺ മെഡോസിലേക്ക് പോവുകയാണ്. നല്ല പാക്കാണ്, അടിപൊളിയാണ്. മഞ്ഞും തണുപ്പൊന്നുമില്ല കേട്ടോ, വെയിൽ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ശക്തിയുള്ള വെയിലല്ല അല്ലേ, ചെറിയൊരു ചൂടേ ഉള്ളൂ. പിന്നെ കാറ്റടിച്ചിട്ട് ആ ചൂട് പോകും. ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ പൈൻ വാലിയിൽ എത്തിയിട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇപ്പോൾ അകത്തോട്ട് നടക്കാൻ വേണ്ടി പോണേ. ഫ്രണ്ട്സ്, വാഗമണിൽ വരുമ്പോഴത്തേക്കും ഇതുവഴി ഇങ്ങനെ നടന്നാണ് പോകേണ്ടത് കേട്ടോ. വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് ബാക്കിയുള്ള ഡിസ്റ്റൻസ് ഇതിലൂടെ നടക്കണം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ പൈൻ ഫോറസ്റ്റിലെത്തിയിട്ടാ. അതിൻ്റെ എൻട്രൻസിലെത്തി. ഇവിടെ ക്ലോസ്ഡ് ആണ്, തുറന്നിട്ടില്ലേ.
അത് കയറി നോക്കാം. ഫ്രണ്ട്സ്, ഒരു അടിപൊളി വ്യൂ തന്നെയുണ്ട്. ഞാൻ പണ്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ കട്ടകളൊന്നും ഇട്ടിട്ടുണ്ടായില്ല, നോർമൽ അതേപോലെ മണ്ണായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ കട്ടയൊക്കെ ഇട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ട് ആൾക്കാർ നടക്കാനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഇപ്പോൾ മറ്റേ ഈ മരത്തിൽ നിന്നുള്ള ഈ ബ്രൗൺ കളർ അതൊക്കെ വന്ന് വീണ് വഴി ഫുള്ളായിട്ട് കവറൊക്കെ പോകാൻ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, ഈ കട്ടയിട്ടൊക്കെ കൊണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് നോക്കുന്നത് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കട്ട തെന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അവിടെ അതിലേക്ക് പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തെന്നലൊന്നുമില്ല, പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് തെന്നലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലച്ചു, സ്ഥലം എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഇത് ഇറക്കം മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളത്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ മഴ സമയത്ത് വരുമ്പോഴത്തേക്കും ആ ട്രീയിൽ ആ മിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നെല്ലാം അടിപൊളിയാണ് കേട്ടോ. മഴയത്ത് ഇറങ്ങാനല്ല, മഴ സമയത്ത് വരുമ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ വിഷ്വലായാലും. ഫ്രണ്ട്സ്, അവിടെ വരെയാണ് കേട്ടോ ഈ കട്ടയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നോർമൽ ഇവിടെ മണ്ണ് ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ വെട്ടി അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ പക്ഷെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ അതിന് മുമ്പ് അടുത്ത് ഒരു വർഷം മുമ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനും ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഭംഗിയായി തോന്നുന്നു ഈ ഒരു ആംബിയൻസ്. ഇപ്പോൾ നിശ്ചിത ഇങ്ങനെ പയ്യെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ എന്താ കട്ടിടം ഇറങ്ങിയ ശേഷം പിന്നെ ഇങ്ങോട്ടേക്കൊരു മണ്ണിട്ട വഴിയുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് പുറത്തേക്ക് നടക്കണേ. ഇപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടൊന്നും ആരുമില്ല, ആകെ 1-2 ഫാമിലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സമാധാനം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി, വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റി. ഓ, കടുവ. ഞങ്ങളൊരു ടേണിങ്ങിലെ വഴി കുറച്ചൊന്ന് മാറിപ്പോയി. അപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് വിഡോസിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പോണ വഴിയാണ് ഈ പൈൻ ഫോറസ്റ്റ് വരുന്നത്. തിരിച്ച് കയറുമ്പോൾ നല്ല കയറ്റുണ്ട് കേട്ടോ. ഈ ബാഗ് കണ്ടില്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് കേട്ടില്ല? ആ, അല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല വെയിറ്റുള്ള. ഇവക്ക് തൂക്കാൻ പറ്റത്തോണ്ട് എല്ലാ സാധനങ്ങളും ഈ ബാക്കിലാണ്. പിന്നെ വണ്ടിയിൽ വെച്ചിട്ട് പോണത് സേഫ് അല്ലാത്തത് കൊണ്ട് കയ്യിലെടുത്ത്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന് അങ്ങോട്ടാണ് ഇനി അടുത്ത് പോണത്. അവിടെ എങ്ങനെയാണെന്ന് അറിയാൻ ഇതിന് മുമ്പ് പോയിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് കംഫർട്ട് ആണെങ്കിൽ കയറും. എന്താണ് ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ടൈം ആവാത്തോണ്ടെന്ന് അറിയില്ല, ആരും ചോദിച്ചില്ല, ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുമില്ല. ഞങ്ങൾ കയറി ഇത് പുറത്തേക്ക് ഇറങ്ങാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വാഗമൺ അഡ്വഞ്ചറസ് പാർക്കിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽസ് എന്ന് അറിയില്ല, നമുക്ക് എന്തായാലും കയറി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ അഡ്വഞ്ചറസ് പാർക്കിൻ്റെ അവിടെ ടിക്കറ്റ് എടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിന് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ഗോപ്രോ അങ്ങനെ സ്പെഷ്യൽ ചാർജൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ അഡ്വഞ്ചറസ് പാർക്കിൻ്റെ ടോപ്പിലെത്തി. ടോപ്പല്ല, ഇനിയും പോകാനുണ്ട് കുറച്ചുകൂടി. അപ്പോൾ ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ, അവിടെ മറ്റേ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, മോർണിംഗ് ആയിട്ട് പോലും തിരക്കുണ്ട്. ഫ്രണ്ട്സോടെ റോക്ക് ഇജക്ടർ, ജയന്റ് സ്വിംഗ്, സ്കൈ റോളർ, ഫ്രീ ഫോൾ, സ്കൈ സൈക്ലിംഗ്, ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാത്തിൻ്റെയും ബുക്കിംഗ് ഓഫീസ് ഇവിടെയാണ് കേട്ടോ. അത്യാവശ്യം ക്യൂ ഉണ്ട്. ഇവിടെ ഒരാൾക്ക് 250 അല്ലേ? ഇവിടെ ഒരാൾക്ക് 250 നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ചാർജ് വരുന്നത്. ഫ്രണ്ട്സ്, അങ്ങനത്തെ ടിക്കറ്റ് എടുത്തിട്ടാ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ഒരാൾക്ക് 250 രൂപയാണ് വരുന്നത്. ഇപ്പോൾ 10:55 കയറാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പണി 10 കാലേ ആയിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഈ അഡ്വഞ്ചറസ് പാർക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണത്. അല്ലേ, ഒരുപാട് സ്പേസ് ഉണ്ട്. വലിയൊരു സ്പേസിൽ തന്നെ ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ
സ്കൈ സൈക്കിൾ അല്ലേ, ഇതേറെ പോകുന്നുണ്ട്. പിന്നെ മറ്റേ ജയൻസിങ് ഇതല്ലല്ലോ, ഇതിനെന്താ പറയണ അവിടെ ഉണ്ട്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ദൂരെയാണ്. അപ്പം നമ്മളിപ്പോൾ കയറോടെ കാണിക്കാം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. മലയാളികൾ പൊതുവേ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതലും തമിഴന്മാരും തെലുങ്കന്മാരും ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ കാണാൻ സാധിക്കണം. ഇവിടെ കുറേ ജീപ്പ് കിടപ്പുണ്ട്, ഇഷ്ടമാതിരി ജീപ്പ്. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം. 10:55 കയറാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. എന്താണ് ആ ലക്ഷ്യം നോർമൽ ഇതിലായിരുന്നെങ്കിൽ ഒരുവിധം എല്ലാം ട്രൈ ചെയ്താനേ. പറഞ്ഞത് പിന്നെ പറഞ്ഞതിൻ്റെ പേര് റോക്കറ്റ് ഇജക്ടർ എന്നാണ് കേട്ടോ. ഇതിങ്ങനെ മേലേക്ക് പോയി സ്ഥലത്തേക്ക് ഒരു സെറ്റപ്പ് അടിപൊളിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങോട്ടെ. ഈ ഒരു ഏരിയ വഴിയാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകണത്. ഇവിടെ മേലിൽ മറ്റേ സൈക്കിൾ സ്കൈ സൈക്ലിങ്ങിൻ്റെ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നേരത്തെ കാണിച്ച റോക്കറ്റ് ഇജക്ടർ നല്ല സ്പോട്ടാണ്. ഫാമിലി ആയിട്ട് വരാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യും ഞാൻ, അല്ലേ? കൂടുതൽ ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പക്ഷേ ഓരോ പ്രായം അനുസരിച്ചുള്ള സ്ഥലത്തിലേക്ക് കയറണമെന്ന് മാത്രം. പിന്നെ അവരങ്ങനെ കയറ്റുള്ളൂ. ഫ്രണ്ട്സ്, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ലോങ് വ്യൂ ആണ് നിങ്ങളാണ്. അവിടെ ഇവിടെ കൂടെ നടന്ന് നമ്മൾ അവിടെ എത്തണം. അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ലോങ് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ. അടിപൊളി ഫ്രണ്ട്സ്. ഞങ്ങളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അതേ അടുത്തെത്തി. ഇവിടെ ഒരു ക്യൂ ഉണ്ട്. നമുക്ക് ടിക്കറ്റ് തന്നിരിക്കുന്ന ടൈം 10:55 അല്ലേ? ആ ടൈം അനുസരിച്ച് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവർ ഇവിടെ നിന്ന് അകത്തേക്ക് ഏറ്റുവിടുന്നത്. ക്യൂ വന്നിട്ട് ഇവിടെ നിന്ന് ഈ വഴി അങ്ങോട്ട് പോകണം. ഫ്രണ്ട്സ്, അങ്ങനെ 10:55 ഞങ്ങളുടെ ഊഴത്തി. ഞങ്ങളിത് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ക്യൂ നിന്ന് ഇതിലേക്ക് കയറുന്ന ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നുണ്ട്. ഇവിടെ കുറച്ച് നനവുണ്ട്, തുടച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാം. അടിപൊളി. ഇങ്ങനെ വിളിച്ചു എക്സ്പീരിയൻസ് ആണ്ടത്. അടിപൊളി എക്സ്പീരിയൻസ്. വെയിലും കൂടെ ആയിട്ട് ഫേസ് കുറച്ച് ഡാർക്കായിരിക്കും. വിഷ്വൽസ് ആയിരിക്കും അടിപൊളി. നമുക്ക് അത്ര പേടിയൊന്നും തോന്നൂല കേട്ടോ. ഉള്ള എന്തായാലും അടിപൊളിയാണ്, നൈസാണ്. നല്ല അടിപൊളി കാറ്റ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പേടിയുണ്ടോ? അത്ര ടെൻഷനൊന്നും ഫീൽ ചെയ്യുന്നില്ല. നോർമൽ. ഈ താഴത്തെ ഒരു ബാലൻസ് പോലും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും നമ്മൾ വീഡിയോയിലും ഷൈനി അങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുന്നുണ്ട് കുറച്ച് വീഡിയോസ്. അത്രയും ഒരു പേടിയൊന്നും ഫീൽ ചെയ്യില്ല. പേടി തോന്നുന്നില്ല. പിന്നെ ഫ്രണ്ട്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ഇറങ്ങി. ഇനി ബാക്കി സ്ഥലത്തൊന്നും ഞങ്ങൾ കയറുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല, സ്ലോപ്പ് ഉണ്ട് ഇടക്ക്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന വഴി അതാണ്. പിന്നെ ഇതിൽ കൂടെ കയറുമ്പോഴത്തേക്കും കുറച്ച് പൊട്ടലും ഇതൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ബാക്കിയൊന്നും ഞങ്ങൾ ജസ്റ്റ് ഇനി ഉള്ളിക്കാരൊന്നും കാണുന്നില്ല. നോർമൽ എല്ലാം ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്.
നമ്മൾ പണ്ട് ചക്രത്തിൽ തിരിയില്ലാതാണ്. ഞങ്ങളിത് തൃപ്രയാർ ഗുരുവായൂർ നാട്ടിക നാട്ടിക നാട്ടിക. നാട്ടിക അറിയില്ല, തൃപ്രയാർ അറിയാം. അത് ഞാൻ ആരോടും പറയുമ്പോ തുപ്രയാർ പറയാ. കാരണം തുപ്രയാർ പറഞ്ഞാലേ വേഗം അറിയുള്ളൂ, അമ്പലമുള്ളത് കൊണ്ട്. ഹരിതകർമ്മസേനയാണ്. അപ്പൊ ഞങ്ങൾ തൃപ്രയാറാണ് നമ്മളെ ലൊക്കേഷൻ. നിങ്ങൾ എല്ലാവരും വന്നേണ്? ഞങ്ങള് ഫാമിലി, ഞങ്ങള് മൊത്തം 26 അംഗങ്ങളുള്ള, പക്ഷെ 50ഓളം പേരുണ്ട്. ഫാമിലി ഒക്കെ കൂടെ കളിക്ക് പോകുന്നു. അതെ ചായ അടിച്ചാരെങ്കിലും. ഫ്രണ്ട്സ്, ഇവിടെ ജയന്റ് സ്വിങ്ങിനെ പറ്റിയൊക്കെ ചേച്ചിമാർ പറയുന്നത് അവർക്ക് ഭയങ്കര പേടി. ഒരു ധൈര്യമുള്ളവരൊക്കെ കയറുള്ളൂ, അങ്ങനെ സംസാരിക്കണായിരുന്നു. ഇവിടുത്തെ ജയന്റ് സ്വിങ് ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്തൊന്നും എടുക്കാൻ നേരത്തെ വീഡിയോ. ഫ്രണ്ട്സ്, ആ ജയന്റ് സ്വിങ് കഴിഞ്ഞത് സ്കൈ സൈക്ലിംഗ്. ഒരു കൊച്ചാണത് ചവിട്ടി തന്നെ കേട്ടോ. ഇതിപ്പോൾ 2 പേരുള്ള സൈക്കിളാണ് കേട്ടോ. അച്ഛനും മോനും തോന്നണത്. ഫ്രണ്ട്സ്, അപ്പോൾ സൈക്ലിങ്ങിൻ്റെ ഇത് കൊള്ളാട്ടോ. സൈക്ലിങ്ങിൻ്റെ ആ ജയന്റ് സ്വിങ്ങിൻ്റെ നല്ലത്. ലക്ഷ്മി പരിഭവം, അവന് കയറാൻ പറ്റാത്തതിൽ. നമുക്ക് കയറാടി, നമുക്ക് കഴിയുമ്പോൾ വരാം. ഇത് പക്ഷേ ഇല്ലേ, ഒരു ഫുൾ ഡേ എടുത്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം ഉണ്ടാവും. നല്ല സ്ഥലം. ഫാമിലി ആയിട്ട് കൂടുതൽ റെക്കമെൻഡ്. ഫ്രണ്ട്സായിട്ടിപ്പോൾ എത്രത്തോളം ഉണ്ട്, പക്ഷേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഫാമിലീസിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഈ സ്ഥലം സ്പെൻഡ് ചെയ്യാൻ നല്ലത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നെറ്റിലൂടെ ഇങ്ങനെ പിടിച്ച് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ പക്ഷേ കറൻ്റ് ക്ലോസിനിടെ പേരെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. കറൻ്റ് അത് ക്ലോസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഐസ്ക്രീം അങ്ങനത്തെ ചെറിയ ചെറിയ കടികൾ കഴിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെയാണ് ഉള്ളത്. ഹോട്ടൽസ് അങ്ങനെയൊന്നും കാണുന്നില്ല, ഒരെണ്ണം മാത്രം അവിടെ ഉണ്ടായി. ഇതല്ലേ ഫ്രണ്ട്സ്, ഇവിടെ ഉണ്ട് പാരാഗ്ലൈഡിൽ നടക്കണത്. ഇവിടെ ദൂരെ അറ്റത്തൊക്കെ പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റില്ല. ഒരെണ്ണം ഒന്ന് പറന്നിറങ്ങിയിട്ടുണ്ടായി, അത് പറന്നിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അതെ ഒരെണ്ണം പറന്ന് വന്ന് ലാൻഡ് ചെയ്യാൻ പോണ്. ഒരെണ്ണത്തെ അപ്പുറം മേലിലേക്ക് പോകുന്നുണ്ട്.